ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാഷ്ട്രീയമാണ്. പലപ്പോഴും നിലപാടുകൾ മാറിയും തിരിഞ്ഞും വരും. അതും സർവ്വസാധാരണമാണ്. പക്ഷേ സന്ദീപ് വാര്യർ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വളരെ പെട്ടെന്നാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നതും. അല്ല, ഒരു കോൺഗ്രസ്സുകാരനായാൽ ഉടനെ പാണക്കാട് ചെന്നിട്ട് ഒപ്പുവെക്കണമെന്നുണ്ടോ? നമുക്കറിയാം, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇത്രയും കാലവും കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ ജീവിച്ചവരാണല്ലോ. അഡ്രസ്സിലാണല്ലോ ഇവർ അറിയപ്പെട്ടിരുന്നതും. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ താല്പര്യം എൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനാണ് അനിൽ ആന്റണി BJPയിലേക്ക് വന്നത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നത് ദേശീയതയ്ക്കു വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കാനാണ്. ഇവിടെ ദേശീയതയോടൊപ്പം രാജ്യ താല്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ എനിക്ക് പാണക്കാടിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് മാറിപ്പോയ ഒരു സാഹചര്യമാണ് സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ നമ്മൾ കണ്ടത്. അതിനെ സംബന്ധിച്ച് പാലക്കാട് സ്ഥാനാർത്ഥിയുടെ വാക്കിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. കൃഷ്ണകുമാർജിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ഇനി ഒരു നിർണായകമായ ചോദ്യം, പ്രേക്ഷകർ നാളുകളായി കാത്തിരുന്ന ഒരു ഉത്തരം. പ്രേക്ഷകർ പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്ന് കരുതി പലരും ചർച്ചയാക്കാതിരുന്ന ആ ചോദ്യത്തിലേക്ക് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ചയുണ്ടായി. ഈ പ്രചാരണ കാലത്ത് ഒരു പ്രമുഖ നേതാവിനെ അങ്ങ് സ്വീകരിച്ച് അണിയിച്ചില്ല. ഒരു പ്രമുഖ നേതാവിന് വേദികൾ ഒരുങ്ങിയപ്പോൾ അവിടെ താക്കോൽ സ്ഥാനം കൊടുത്തില്ല. ഒരു പ്രമുഖ നേതാവിന് പാർട്ടിയും സംഘടനയും നേതൃത്വവും വേണ്ടത്ര പരിഗണന നൽകിയില്ല. അങ്ങനെ 11 മണിക്കൂറിൽ ആ പ്രമുഖ നേതാവ് ചാടി ആദ്യം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞെങ്കിൽ ഒടുവിൽ കോൺഗ്രസ് പാളയത്തിൽ ചെന്നെത്തി. അതിഭയങ്കരമായ തിരിച്ചടി BJPക്കും NDAക്കും നേരിടും എന്നുള്ള കോലാഹലം ഉയർത്തി. അതിന്റെ ആകെ തുക എന്താണ്? ഇതേക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? ഇത് ഫലത്തിൽ ചെയ്തത് എന്താണ്? 84 സംഘശാഖയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് CPM ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്നാണ്. അച്ഛനെല്ലാം CPMന്റെ പ്രവർത്തകരാണ്. ആ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘശാഖയിലൂടെയാണ്. എല്ലാ കുറവുകളും എന്റെയാണ്. ഈ പ്രസ്ഥാനത്തെ ഒരു കാലത്തും ഒരു സമയത്തും വഞ്ചിക്കാൻ അല്ലെങ്കിൽ ചതിക്കാനോ എനിക്ക് കഴിയില്ല. അത് അത്തരം ഒരു പ്രവർത്തനം ഏതൊരു വ്യക്തിയിൽ നിന്നായാലും അയാളുടെ വ്യക്തി ജീവിതത്തിൽ പോലും അയാൾ രക്ഷപ്പെടില്ല. കാരണം അത്രയേറെ പവിത്രമായിട്ടുള്ള ഒരു സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് യഥേഷ്ടം ഉദാഹരണങ്ങൾ ഞാൻ നമ്മുടെ സാധാരണ പ്രവർത്തകരോട്, നമ്മുടെ കരിയർത്തകളോട് പറയാറുണ്ട്. ഒരിക്കലും നമ്മുടെ സംഘടനയ്ക്ക് ഇതായിരിക്കാൻ ഒരുപാട് ബലിദാനികളുടെ ശ്രമഫലമായിട്ട് അവർ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ആര് വഞ്ചിച്ചാലും അവരുടെ പൊതുജീവിതത്തിലല്ല വ്യക്തി ജീവിതത്തിലും രക്ഷപ്പെടില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇന്നലെ ഞാൻ അന്നെല്ലാം മറുപടി പറയാതിരുന്നത്, ഈ രാജ്യം മുഴുവനുള്ള ലോകമെമ്പാടുമുള്ള മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു അച്ചടക്കമുള്ള ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ഭാഗത്ത് ഒരു വാക്ക് പോലും പഴിച്ചു പോരുതെന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞത് എന്തായിരുന്നു? അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അദ്ദേഹത്തെ പരിഗണിച്ചില്ല, അദ്ദേഹത്തെ നിന്ദിച്ചു, അപമാനിച്ചു, അയാൾ എന്നെ നോക്കി കൊഞ്ഞനം കാണിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ബാലിശമായി. ബാലിശമായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർ പോയത്. ഒരാള് പാർട്ടി മാറുന്നതും പാർട്ടി വിടുന്നതും ഇതൊന്നും പുതിയ സംഭവമല്ല. പക്ഷേ പറയുന്നത് വസ്തുതാപരമായിരിക്കണമല്ലോ. അപ്പോൾ കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, കൃഷ്ണകുമാർജി, നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കും, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഡൽഹിയിലായിരുന്നു. നിങ്ങൾ സന്ദീപിനെ വിളിച്ച് സംസാരിച്ചു. സന്ദീപിനോട് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, നാളെ കാലത്ത് സന്ദീപിന്റെ അമ്മ ഒരു കാരണവശാലും വിട്ടുപോയത്, നാളെ കാലത്ത് പോകണം, സന്ദീപിന്റെ വീട്ടിൽ പോയി റീത്ത് വെക്കണം, പോയാൽ മാത്രം വരെ റീത്ത് വെക്കണം. സന്ദീപ് നമ്മൾ സംഘടനാപരമായിട്ട് വീക്കായിട്ടുള്ള പ്രദേശമാണ്, അവിടെ പ്രവർത്തകർ നിരാശരാകരുത്, നിർബന്ധമായിട്ട് അവിടെ എത്തണം എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. ഞാൻ റീത്ത് വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ഹരി പോലും ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് കൃഷ്ണകുമാരുടെ ഇതിന് മറുപടി പറയാതിരുന്നത്. ഞാൻ ഇത്തരം കാര്യങ്ങൾ സന്ദീപ് വാര്യർ പറഞ്ഞത് അച്ഛൻ മരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് അല്ലേ ഇദ്ദേഹം പറയുന്നത്. റീത്തു വെച്ചു എന്നാ മാധ്യമങ്ങളോട് വിളിച്ചു പറയേണ്ടതാണല്ലോ. ഒരു സ്വന്തം അമ്മ മരിച്ച സമയത്ത് ഒരാൾ വന്ന് റീത്ത് വെച്ചില്ല അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചില്ല എന്നുള്ള കാര്യമൊന്നും ഇത് പൊതുവേദികളിൽ വിളിച്ചു പറയേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നോട് അദ്ദേഹത്തിന് അത്തരം ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ദിവസം എന്റെ കൂടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ. അതിനു മുമ്പ് എത്രയോ തവണ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് സംഘടനാപരമായിട്ടുള്ള നടപടി ഉണ്ടായിരുന്ന സമയത്ത് പോലും എന്നെ സമീപിച്ചിട്ടുണ്ട്. എന്നോട് സംസ്ഥാന അധ്യക്ഷനോട്
സംസാരിച്ച് തെറ്റുപറ്റിയതാണ്, തിരിച്ചു വരാനുള്ള അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം പോസിറ്റീവായിട്ടാണ് ഞാൻ ഒരു അനിയനോട് ഉപദേശിക്കുന്നത് പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി അത് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അദ്ദേഹം വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യക്കുറവ് പ്രകടിപ്പിക്കാതിരുന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ആ സ്ഥാനാർത്ഥിയായാലും നമ്മുടെ എല്ലാ ലക്ഷ്യമാവും. നമുക്ക് കേൾക്കേണ്ടതും അറിയേണ്ടതും കൃഷ്ണകുമാർ ജിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വസ്തുതാപരമായിരിക്കണം, തെളിവുകൾ ഉണ്ടാവണം, അതിലേറെ സത്യസന്ധതയും ഉണ്ടാവണം. സന്ദീപ് വാര്യർ എഴുതിയത് നമ്മൾ കണ്ടതാണ്, പല വേദികളിലും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എൻ്റെ അമ്മ മരിച്ചു, അല്ല അച്ഛനല്ല അല്ലേ, അച്ഛൻ മരിച്ചു, അച്ഛനാവട്ടെ അമ്മയാകട്ടെ, മരിക്കുമ്പോൾ മറ്റുള്ളവർ വന്ന് കാണുക, അനുശോചനം അറിയിക്കുക എന്നത് അവരുടെ സമയവും സൗകര്യവും മാനസികാവസ്ഥയും നമ്മളോടുള്ള താല്പര്യവും ഒക്കെ കണക്റ്റഡാണ്. അതിനുശേഷം പിന്നീട് ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാരണങ്ങളൊന്നും കണ്ടെത്തുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കൃഷ്ണകുമാറിലേക്ക് വരാം. അവിടുത്തെ അദ്ദേഹത്തിന്റെ വളരെ നിർണായകമായ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു. ഇതിനകം നിമിഷം കൊണ്ട് അതിനുള്ള മറുപടി തുരുത്തിരെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട്. പ്രദീപ് ജി എന്ന് പ്രമുഖൻ, ഓൺലൈൻ നേതാവ്, സോഷ്യൽ മീഡിയയിലൂടെ വളർന്നവൻ, RK വൈകുണ്ഠം, രാധാകൃഷ്ണൻ ജി കേട്ടു. മിനിജി നമസ്തേയുണ്ട്. മിനിജി ടെക്സസിൽ നിന്നാണ്. സത്യമാണ്, സോഷ്യൽ മീഡിയയിലെ പളപളപ്പും ഫോളോവേഴ്സിന്റെ എണ്ണവും കണ്ടിട്ട് ആരും നെഗളിക്കാനില്ല. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ഈ ഫോളോവേഴ്സ് എല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി, നമുക്ക് അൺഫോളോ ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്യാം, തീർന്നു കാര്യം. അതിന്റെ പകിട്ടില് നമ്മൾ എത്ര കണ്ട് പൊളച്ചിട്ടും ഒരു കാര്യവുമില്ല. അശോകൻ 366 ചാനലിൽ കിടന്ന് ഓവറായിട്ട് കാണിച്ചപ്പോഴേ 3 മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ വിട്ടുപോയ ഒരു സംഗതി, വിട്ടുപോയതല്ല, ഒരു ഇടവേള കിട്ടാത്തത് കൊണ്ട് പറയാതെ പോയ ഒരു പിറന്നാൾ ആശംസയുണ്ട്. അതിലേക്ക് വരാം. ശ്രീ കൃഷ്ണകുമാർജി, ഒരു സെക്കൻഡ് അതൊന്ന് കട്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങ് പരസ്യമായി മറുപടി പറഞ്ഞില്ല എന്ന് അണികളും. അതാണ് ചോദ്യം. അന്ന് തന്നെ എന്റെ വീട്ടിലൊരു മരണം നടന്നിട്ട് വന്നില്ല, റീത്തു വച്ചില്ല, അനുശോചനം അറിയിച്ചില്ല, പ്രമുഖ നേതാക്കളൊന്നും തന്നെ എന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നില്ല എന്ന് പറയുമ്പോൾ വസ്തുതാപരമായി കൃഷ്ണകുമാർജി അന്ന് തന്നെ മറുപടി പറയണമായിരുന്നു. ഇത് പക്ഷേ അദ്ദേഹം ഇലക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ധോരണികൾ കൊണ്ട് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് കരുതിയിട്ടുണ്ടാകാം. ഇന്നലെ ഗുരുവായൂരിലെ കൃഷ്ണദാസ് എന്നുള്ള നമ്മുടെ ഒരു പ്രവർത്തകനായിരുന്നു ഒരു FB പോസ്റ്റ് ഉണ്ട്. അതുപോലെ അവരെല്ലാം FB പോസ്റ്റ് 2012 സന്ദീപിന്റെ ചത്തലൂരുള്ള പ്രദേശത്ത് ഒരു സംഘർഷമുണ്ടായി. മോദിജിയുടെ പെട്രോൾ നശിപ്പിച്ചത് സംബന്ധിച്ച് അവിടുത്തെ മുസ്ലിം ലീഗിന്റെയും NDF-ന്റെ പ്രവർത്തകരുമായി സംഘർഷമുണ്ടായ സമയത്ത് സന്ദീപ് വാര്യർ ആ പ്രദേശത്ത് തന്നെ മുങ്ങി. അവിടെ സാധാരണ പ്രവർത്തകരെ ഇട്ട് അവരെ വഴിയാധാരമാക്കിയിട്ട് അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. ആ സമയത്ത് സന്ദീപ് ഇട്ട പോസ്റ്റ്, അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് പ്രവർത്തകർ ഇട്ടിരിക്കുന്നത്. അന്ന് ആ വാട്സാപ്പ് പോസ്റ്റിൽ സന്ദീപ് പറയുന്നുണ്ട്, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർജി എന്റെ വീട്ടിൽ വന്നു, എന്റെ അമ്മയെ കണ്ടു, ശശികല ടീച്ചർ വന്നു, രാഹുൽ ഈശ്വർ വിളിച്ചു, എനിക്കിവിടെ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുകയാണ് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതെല്ലാം വ്യക്തമാക്കുന്നത് എന്താ? ഞാനൊരു സാധാരണ പ്രവർത്തകന് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ, ഞാൻ അറിഞ്ഞാൽ, ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ആളാണ്. അത് സംഘർഷ സമയത്തായാലും ശരി, സമാധാന സമയത്തായാലും ശരി, അവരെ ആശ്വസിപ്പിക്കേണ്ട സമയങ്ങളിൽ ഓടിയെത്തി ആശ്വസിപ്പിക്കാമെന്നുള്ള ഒരു ശീലം എനിക്കുണ്ട്. കാരണം ഞാൻ വളർന്നു വന്ന അങ്ങനെയാണ്. ഞാൻ സംഘശാഖയിലൂടെ പോകാൻ ആരംഭിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ അന്നത്തെ പ്രചാരകനായിരുന്ന അടൂർ മുരളീധരൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം സൈക്കിളിലാണ് വരിക. അദ്ദേഹം വന്ന് തോളത്തൊരു തട്ട് തട്ടിയാൽ, ഒന്നും പറയില്ല, തോളത്തൊരു തട്ട് തട്ടിയാൽ 10 മടങ്ങ് ഊർജ്ജം പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിച്ച കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ സംഘത്തിന്റെ ജില്ലാ കാര്യമായിരുന്ന VK ചന്ദ്രേട്ടൻ, വടക്കന്തയിൽ ചന്ദ്രേട്ടൻ, അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം വന്ന് ഒന്നും പറയില്ല, വീട്ടിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന് അമ്മയോട് മറ്റൊരോട് സംസാരിക്കുമ്പോൾ ചായ കുടിക്കും, തിരിച്ചു പോകും. ഈ കാര്യത്തെ സംബന്ധിച്ച്, എന്തിനാ വന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇഷ്യൂനെ സംബന്ധിച്ച് പോലും പറയുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ വന്ന ആളാണ് ഞാൻ. എന്റെ പ്രദേശത്ത് ഞാനും വേറെ 2 സാധാരണ പ്രവർത്തകരുണ്ടായിരുന്നു. T. ശിവദാസ മേനോൻ അടക്കമുള്ള, അന്ന് CPM ജില്ലാ സെക്രട്ടറി എന്ന T. ശിവദാസ മേനോൻ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് ആദ്യമായിട്ട് ശാഖയിൽ വരുന്ന ആളാണ് ഞാൻ. എന്റെ കൂടെ വന്ന മുഴുവൻ ആളുകളെയും അവർ മടക്കി പാർട്ടിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ മാത്രം ഉറച്ചു നിന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനാണെങ്കിലും അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിലും അത് ഉറച്ചു നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സംഘകാര്യകർത്താവിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കൾക്ക് പ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ കഴിയും, അവരെങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ഞാൻ, ഇത് ഒരു പ്രവർത്തകൻ ഇത്തരം സാഹചര്യത്തിൽ
ഉള്ള സമയത്ത് ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു തോളത്തെ ഒരു തട്ട് മാത്രം മതി നമ്മുടെ പ്രവർത്തകരെ ആശ്വസിപ്പിക്കാന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള എന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഞാനത് ജില്ലാ പ്രസിഡന്റോട് ശ്രീ കെ എം ഹരിദാസിനോട് അറിയാം. ഹരിദാസ് എന്നോട് ചോദിച്ചു, എന്താ കൃഷ്ണകുമാർജി നിങ്ങൾ മറുപടി പറയാതിരുന്നത്, അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഡാമേജ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഡാമേജ് അല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചോളം എന്റെ പ്രസ്ഥാനം വലിയൊരു യുദ്ധഭൂമിയിലാണ്. ആ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അതിനായിട്ട് വേറൊരു വേഷനായിട്ട് വന്ന് അത് കൂടുതൽ ചർച്ചയാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ എനിക്ക് എന്ത് വ്യക്തിപരമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിക്കോട്ടെ, സത്യം പുറത്തു വരും, എന്തെങ്കിലും പുറത്തു വരും. ആ ഓരോ സത്യങ്ങളും ഓരോ ദിവസങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ പിന്നിലുള്ള വികാരം എന്തായിരുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തത്, ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു പോയത് കേവല കസേര മാത്രമല്ല, അതിനപ്പുറമുള്ള പലതും ലഭിച്ചുകൊണ്ടാണ് പോയത് എന്നുള്ളതൊക്കെ ഇന്ന് പ്രവർത്തകരുടെ ഇടയിലും മറ്റുള്ള ആളുകളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ പോയത് എന്തിനെ സംബന്ധിച്ചെല്ലാം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇനി ഏത് വലിയ നേതാവ് ഈ പ്രസ്ഥാനത്തിന് പോകാൻ തീരുമാനിച്ചാലും അയാൾക്ക് പോകാന്നല്ലാതെ അയാളുടെ നിഴൽ പോലും കൂടെ പോകില്ല. നാളെ കൃഷ്ണകുമാർ ഈ പ്രസ്ഥാനത്ത് പോയാലും ഈ പ്രസ്ഥാനത്ത് ഒരു പ്രവർത്തകൻ, സാധാരണ പ്രവർത്തകൻ പോലും കൂടെ പോകാൻ തയ്യാറാവില്ല. അതാണ് ഈ പ്രസ്ഥാനം ഓരോ പ്രവർത്തകനെയും പഠിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിക്കല്ല പ്രാധാന്യം, ആശയത്തിനും ആദർശത്തിനുമാണ് പ്രാധാന്യം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. എന്നെ എന്തെങ്കിലും എനിക്കിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രസ്ഥാനത. ഈ ശാഖയിൽ വരുന്ന സമയത്ത് ഞാൻ ഒരു സാധാരണ മുനിസിപ്പൽ കൗൺസിൽ പോലും ആവാന്ന് പ്രതീക്ഷിച്ചില്ല. എന്നെ മുനിസിപ്പൽ കൗൺസിലാക്കി, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി, വൈസ് ചെയർമാനാക്കി എന്റെ പ്രസ്ഥാനം. ഒരു ബൂത്ത് പ്രസിഡന്റായിരുന്നു എന്നെ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ സംഘടന തന്ന അംഗീകാരമാണ്. ആ സംഘടനയ്ക്ക് ഒരു കോട്ടവും വരുന്ന രീതിയിൽ ഒരു വാക്കും എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അത് എന്റെ ദൃഢനിശ്ചയമായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ എന്തൊക്കെ പ്രകോപനമുണ്ട്, എന്റെ വ്യക്തിപരമായിട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്ന സമയത്തും ഞാൻ അതിന് മറുപടി പറയാതിരുന്നത് എന്റെ സംഘടനയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ, ഇതിനേക്കാൾ മൂർച്ചയേറിയിട്ടുള്ള മറുപടികൾ കൊടുക്കാൻ, ആക്ഷേപങ്ങൾ ചൊരിയാൻ യഥേഷ്ട തെളിവുകളും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ എന്റെ സംഘടനയെ ബാധിക്കുന്ന ഒരു വാക്കും പറയാൻ ഞാൻ തയ്യാറല്ല. ശ്രീ കൃഷ്ണകുമാർ, തികച്ചും മാന്യമായ പ്രതികരണം. ഒരു നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ച ഒരാള് സംഘടന വിട്ട് പോയി എന്ന് കരുതി അയാളെ കരിവാരി തേക്കാനും കഴിഞ്ഞ കാര്യങ്ങളും കഥകളും ഒക്കെ പുറത്തു പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാനും തയ്യാറല്ല. വ്യക്തിപരമായി തനിക്ക് എന്ത് തന്നെ ക്ഷതമേറ്റാലും ശരി, പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ പ്രസ്ഥാനത്തിന് ക്ഷതമേക്കാതെ മങ്ങലേൽക്കാതെ സൂക്ഷിക്കും. കൃഷ്ണകുമാർജിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായിരുന്നാലും സന്ദീപ് പറഞ്ഞതെല്ലാം നുണയായിരുന്നു. നുണകളുടെ കെട്ടുകൊട്ടാരമായിരുന്നു. ആ ചില്ലു കൊട്ടാരം വീണുടയുന്നത് നമുക്ക് സാവകാശം മാറി നിന്ന് കാണാം. നന്ദി.